കാഞ്ഞങ്ങാട് നടന്നുവന്ന കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷന്റെ 69ാമത് സംസ്ഥാന സമ്മേളനം സമാപിച്ചു. സമാപന ദിനത്തിൽ നടന്ന യാത്രയപ്പ് സമ്മേളനം ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അഖിലേന്ത്യാ പ്രസിഡന്റ് പി കെ ശ്രീമതി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. This news sponsored by Jyoti Institute of Medical Technology, Nityananda Building, Kanyanad. കേരളത്തിന്റെ അഭിമാനമായ സിവിൽ സർവീസ് മേഖലയെ സംരക്ഷിക്കാൻ ഒറ്റക്കെട്ടായി അണിനിരക്കണമെന്ന് കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷന്റെ 69ാമത് സംസ്ഥാന സമ്മേളനം ആഹ്വാനം ചെയ്തു. 2 ദിനങ്ങളിലായി കാഞ്ഞങ്ങാട് ഐങ്ങോത്തെ നക്ഷത്ര ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിൽ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 300-ലധികം പ്രതിനിധികൾ പങ്കെടുത്തു. സമാപന ദിനമായ ഞായറാഴ്ച നടന്ന യാത്രയപ്പ് സമ്മേളനം അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പ്രസിഡന്റ് പി കെ ശ്രീമതി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. നമുക്ക് കഴിഞ്ഞ 10 വർഷക്കാലത്ത് ജനകീയ ഭരണത്തിൽ ഉണ്ടായിട്ടുള്ളതുപോലുള്ള ഒരു നീക്കവും നിലപാടുമായിരിക്കില്ല ഇപ്പോഴത്തെ ഗവൺമെന്റിൽ നിന്ന് നേരിടേണ്ടി വരിക എന്നുള്ളത് ഒറ്റ മാസക്കാലത്തെ പ്രവർത്തനത്തിൻ്റെ അവരുടെ ഭരണ നടപടികളുടെ ഭാഗമായിട്ട് തന്നെ വന്നു കഴിഞ്ഞു. ഇപ്പോൾ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റും അതിൻ്റെ അതിൻ്റെ ആ രീതിയിൽ തന്നെ ഒരേ നൂൽ പക്ഷികളെ പോലെ പല കാര്യങ്ങളിലും ഒരേ നയസമീപനം സ്വീകരിക്കുന്ന മറ്റൊരു ഗവൺമെന്റ് ഈ സംസ്ഥാനത്തും അങ്ങനെ 2 സർക്കാരുകൾക്കെതിരെ ആവശ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രതിഷേധിക്കേണ്ടുന്ന സമരം നടത്തേണ്ടുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉരുത്തിരിഞ്ഞു വരികയാണ്. രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റിനെ സംബന്ധിച്ച് നമുക്കെല്ലാം അറിയാം, ഇത്രയേറെ ജനവിരുദ്ധമായ, ഇത്രയേറെ സ്ത്രീ വിരുദ്ധമായ, ഇത്രയേറെ തൊഴിലാളി വിരുദ്ധമായ ഒരു ഗവൺമെന്റ് നമ്മുടെ ഇന്ത്യ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. വരാൻ പോകുന്ന നാളുകൾ വളരെ ഏറെ അപകടകരമാണ്. ചടങ്ങിൽ എസ് ഹമീദ് അധ്യക്ഷനായി. സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി സുബ്രഹ്മണ്യൻ, സ്വാഗത സംഘം ചെയർമാൻ വി രമേശൻ, എം.ആർ. രജനി, കെ ജി ഗീതാമണി എന്നിവർ സംസാരിച്ചു. എൽ ഗീത സ്വാഗതവും ടി ഗമർ സൽമാൻ നന്ദിയും പറഞ്ഞു. UDF ഭരണകാലത്ത് ഏർപ്പെടുത്തിയ നിയമനിരോധനം ഇല്ലാതാക്കി ഒഴിവുകൾ സമയബന്ധിതമായി റിപ്പോർട്ട് ചെയ്തതിന്റെ ഭാഗമായി 3,15,515 നിയമനങ്ങളാണ് കഴിഞ്ഞ 10 വർഷം കൊണ്ട് LDF സർക്കാർ നടത്തിയത്. ഇത് രാജ്യത്തെ മൊത്തം നടന്ന PSC നിയമനങ്ങളുടെ 50% വരും. രാജ്യത്ത് കേന്ദ്ര സർവീസിലും സംസ്ഥാന സിവിൽ സർവീസുകളിലും സ്ഥിരം നിയമനം ഇല്ലാതാക്കി കരാർ നിയമനവും താൽക്കാലിക നിയമനവും വ്യാപകമാക്കുന്ന കാലത്താണ് കേരളത്തിൽ സ്ഥിരം നിയമനങ്ങളും പുതിയ തസ്തികകളും സൃഷ്ടിച്ചത്. ഇതിൽ 10,000-ലധികം തസ്തികകൾ ആരോഗ്യ മേഖലയിലും അത്ര തന്നെ വിദ്യാഭ്യാസ മേഖലയിലുമാണ്. അഴിമതിരഹിതവും കാര്യക്ഷമവുമായ സിവിൽ സർവീസിലേക്കുള്ള വലിയ കാൽവയ്പാണ് കഴിഞ്ഞ 1 ദശകത്തിൽ നാം കണ്ടത്. അതിന്റെ ഏറ്റവും പ്രധാന പ്രവർത്തനം മാനദണ്ഡം പാലിച്ചുള്ള ജീവനക്കാരുടെ കൃത്യമായ സ്ഥലം മാറ്റമായിരുന്നു. എന്നാൽ ഇതെല്ലാം കാറ്റിൽ പറത്തി UDF സർക്കാർ അധികാരം ഏറ്റെടുക്കുന്നതിന് മുന്നേ വനിതാ ജീവനക്കാരടക്കം തലങ്ങും വിലങ്ങും സ്ഥലം മാറ്റിയെന്നും സമ്മേളനം പ്രമേയം കുറ്റപ്പെടുത്തി. മാത്രമല്ല, രോഗികളുടെ എണ്ണത്തിനനുസരിച്ച് നഴ്സുമാരുടെ തസ്തിക സൃഷ്ടിച്ച് നിയമനം നടത്തുക, DME, DHS, ESI വകുപ്പുകളിൽ റേഷ്യോ പ്രൊമോഷൻ നടപ്പാക്കുക, നഴ്സിംഗിതര ജോലികളിൽ നിന്ന് നഴ്സുമാരെ ഒഴിവാക്കുക, തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ പിൻവലിക്കുക തുടങ്ങിയ പ്രമേയങ്ങളും KGNA യുടെ സംസ്ഥാന സമ്മേളനം പ്രധാന പ്രമേയമായി മുന്നോട്ട് വെച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.